ഇതാ ജോർജ്. അതെ അതെ. ഇയാൾക്കെതിരെയുള്ള കേസ് എവിടെ വരെ ആയി? സിനിമ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടതും സിനിമയിൽ കണ്ടതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കഥയുണ്ടാക്കി. എന്തായിരുന്നു ആ കഥ? ഞാനൊരു രത്നച്ചുരുക്കം പറയാം. കഥ നടക്കുന്നത് ഇടുക്കിയിലാണ്. എടാ ബെൻസേ, നിന്നെ അറിയിക്കാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അറിയും, ഈ പെങ്കൊച്ചിനെ ഒരഫെയർ ഒരു ചെറുക്കനുമായിട്ട് അവൻ കുടുംബത്ത് കയറി വന്ന് ഭീഷണി. പേടിക്കണ്ട, ഇത് ഞാനല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല, കാണുകയില്ല. ഈ പെങ്കൊച്ചിന്റെ കുറച്ച് 1-2 തുണ്ട് പണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ വണ്ടിയുടെ ഡിക്കിയിലെ ആ കഴിവേറുടെ ശവമുണ്ട്. അപ്പൊ അയാളുടെ ജീവിതമാണ് സിനിമാക്കം. അപ്പൊ അയാൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു എന്ന് പറയുന്നത് സത്യം? ബെൻസ് എവിടെ ഏട്ടാ? ബെൻസിനെ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, കുറെ മറക്കാനുണ്ടല്ലോ അവന്. ഈ സംഭവം പോലീസിനെ തെളിയിക്കാൻ ഒരേ ഒരു തെളിവേ ഉള്ളൂ, നമ്മുടെ ഭയം. ഈ സംഭവം നടന്ന സമയത്ത് നാട്ടുകാർക്കൊക്കെ അവരോട് സിമ്പതിയായിരുന്നു. ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, സഹദേവൻ. അവൻ ആ ജോർജ് കുട്ടിയുടെ ഇളയ മകളെ തല്ലിയത് കാരണം മൊത്തം ജനം അങ്ങ് ഹോസ്റ്റലായി. സാറന്മാരൊക്കെ കൂടെ ആരെയാ കൊന്ന്? നീ എന്റെ മകനെ കൊന്ന് കുഴിച്ചു മൂടും അല്ലടി? നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. നിന്റെ കളി കഴിഞ്ഞു ജോർജ് കുട്ടി. ഇനി കുടുംബം അടച്ചു പോയി കിടക്കാം അങ്ങ് ജയിലില്. ആര് വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പിടിച്ച് കേട്ടോ എല്ലാത്തിനും. ഓടിക്കെട്ടി ഇറക്കടാ. എന്റെ മോൻ എവിടെടാ? അവൻ എന്താടാ ചെയ്തത്? ഇനിയിപ്പോ ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. അതാണ് ഈ കാട്ടിലെ നിയമം. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. ഞാൻ ഈ കഥ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. പക്ഷേ ക്ലൈമാക്സിന് ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഹീറോ അകത്ത് പോയാൽ ആ കുടുംബം തകരില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഹീറോയിൻ തെറ്റല്ലേ ചെയ്യുന്നത്, അയാളും അതിനുള്ള ശിക്ഷ അനുഭവിക്കണ്ടേ? ഒന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ. ബട്ട് ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ? ഇയാളെ പോലൊരു സാധാരണക്കാരന് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? സാധിക്കും സാർ. സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം.